ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ സുദിനമാണ് 2025 സെപ്റ്റംബർ 7. കാരണം അന്ന് കത്തോലിക്ക സഭയ്ക്ക് പുതുതായി 2 വിശുദ്ധരെ ലഭിക്കുന്നു. മാത്രവുമല്ല, ലയോ 14 പാപ്പ നടത്തുന്ന ആദ്യത്തെ വിശുദ്ധപദ പ്രഖ്യാപനം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ വിശുദ്ധപദ പ്രഖ്യാപനങ്ങളിലെ ഒരാൾ ഭൂരിപക്ഷം മലയാളികൾക്കും സുപരിചിതനായ കമ്പ്യൂട്ടർ ജീനിയസ്, ഗോഡ്സ് ഇൻഫ്ലുവൻസർ, സഹസ്രാബ്ദത്തിൻ്റെ വിശുദ്ധൻ, സൈബർ അപ്പസ്തോലൻ എന്നിങ്ങനെ പലരും പലതരത്തിൽ വിശേഷിപ്പിക്കുന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ് ആണ് ആ ഒരാൾ. ആന്ദ്രെ അക്യൂട്ടിസിൻ്റെയും അന്റോണിയോ സാൽസാനയുടെയും മകനായി 1991 മെയ് 3 ലണ്ടനിലായിരുന്നു കാർലോ ജനിച്ചത്. വൈകാതെ കുടുംബം ഇറ്റലിയിലേക്ക് ചേക്കേറുകയായിരുന്നു. തീക്ഷ്ണമായ ഭക്തിജീവിതം പുലർത്തുന്നവരായിരുന്നില്ല മാതാപിതാക്കൾ. എന്നാൽ കാർലോയുടെ വഴി തികച്ചും വ്യത്യസ്തമായിരുന്നു. ചെറുപ്രായം മുതൽ തന്നെ അവൻ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. അതോ ദൈവം അവനെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുകയോ അറിയില്ല. അതെന്തായാലും 12ാം വയസ്സ് മുതൽ ഇടവകപ്പള്ളിയിലെ കാറ്റഗിസ്റ്റായി കാർലോ മാറി. അസാധാരണമായ വിധത്തിൽ സുതാര്യത കാത്തുസൂക്ഷിച്ച വ്യക്തി എന്നാണ് സുഹൃത്തുക്കൾ കാർലോയെ വിശേഷിപ്പിക്കുന്നത്. ഒന്നും മറച്ചു വെക്കാതെയുള്ള സംശുദ്ധമായ ജീവിതമായിരുന്നു കാർലോയുടേത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ മിഖായേൽ മാലാഖയും മുതിർന്ന ചില വിശുദ്ധ സ്വാധീനങ്ങളായി കാർലോയുടെ ജീവിതത്തെ ആകർഷിച്ചപ്പോൾ താരതമ്യേന പ്രായം കുറഞ്ഞവരായ വിശുദ്ധ ഡൊമിനിക് സാവിയോയും ജസീന്ത ഫ്രാൻസിസ്കോമാരും കാർലോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറി. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഇന്നത്തേതുപോലെ വ്യാപകമായി ഇല്ലാതിരുന്ന 2000 ആണ്ടിൻ്റെ തുടക്കകാലത്ത് സാങ്കേതിക വിദ്യയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ കാലത്തെ കവിഞ്ഞ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു കാർലോ അക്യൂട്ടിസ്. ഇൻ്റർനെറ്റ് കൗമാരക്കാരെ വഴിതെറ്റിക്കുന്നുവെന്നും അതിലെ മായാ കാഴ്ചകൾ ധാർമ്മികതയെ ഹനിക്കുന്നുവെന്നും മുതിർന്ന തലമുറ നിലവിളിച്ചപ്പോൾ ഇതേ സാധ്യതകളെ ദൈവമഹത്വത്തിനായി വിനിയോഗിക്കാമെന്ന് പുതിയ കാലത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ കാർലോ എന്ന കൗമാരക്കാരന് വളരെ എളുപ്പം കഴിഞ്ഞു. ജാവയിലും C++ലും പ്രാവീണ്യമുണ്ടായിരുന്ന കാർലോ ഇടവക വൈദികൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം ആത്മീയ കാര്യങ്ങൾക്കായി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ നൽകിയ സന്തോഷവും അഭിമാനവും ചേർന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്കായി ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയും ചെയ്തു. തൻ്റെ പരിമിതമായ ആയുസ്സിലെ 2.5 വർഷം മുഴുവൻ ഇതിലേക്കാണ് കാർലോ നിക്ഷേപിച്ചത് എന്നതാണ് ശ്രദ്ധേയം. 2006 ഒക്ടോബർ 4 വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. പക്ഷേ ആ സുപ്രധാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ അവന് സാധിച്ചില്ല. അപ്പോഴേക്കും രോഗക്കിടക്കയിൽ അവൻ ബലിയർപ്പിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തൊണ്ടയ്ക്ക് ചെറിയൊരു വീക്കമെന്ന രീതിയിലാണ് സഹനങ്ങൾ കാർലോയുടെ ജീവിതത്തിലേക്ക് ആദ്യമായി പടി കയറി വന്നത്. 2006 ഒക്ടോബർ 1 അത്. തൊട്ടടുത്ത ദിവസം മൂത്രത്തിൽ രക്തം കണ്ടു. ക്ഷീണവും തളർച്ചയും കാർലോയെ പിടികൂടി. കഴിച്ച മരുന്നുകൾ ഫലവത്തായില്ലെന്ന തോന്നലിൽ അതിൻ്റെ കാരണം കണ്ടെത്തുവാനായി കൂടുതൽ മെഡിക്കൽ പരിശോധനകൾ നടത്തി. അതിൻ്റെ ഫലം പ്രിയപ്പെട്ടവരെ ഞെട്ടിച്ചു. കാർലോയ്ക്ക് ലുക്കീമിയ സ്ഥിരീകരിച്ചിരിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ കൊടിയ വേദനകളുടേതായിരുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് വേദനകളോടും സഹനങ്ങളോടും കാർലോ പുലർത്തിയ സംയമനമായിരുന്നു. മരിക്കുവാനുള്ള പേടിയില്ലായ്മയായിരുന്നു, പരാതികളില്ലായ്മയായിരുന്നു. ഒരു കൗമാരക്കാരന് ഇതെങ്ങനെ സാധിക്കുന്നു? എല്ലാവരുടെയും സംശയം അതായിരുന്നു. പക്ഷേ അവന് മാത്രം പറയാൻ കഴിയുന്ന മറുപടി ഉണ്ടായിരുന്നു: ക്രൂശിതനായ ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു, ക്രിസ്തു എന്നെയും. വേദനകൾ ക്ഷമാപൂർവ്വം സഹിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള എൻട്രി പാസ് ആണെന്ന് അവരറിയാമായിരുന്നു. അതുകൊണ്ട് രക്താർബുദത്തിൻ്റെ എല്ലാ വേദനകളും തിരുസഭയ്ക്കും ബെനഡിക്ട് 16 പാപ്പയ്ക്ക് വേണ്ടിയും കാർലോ കാഴ്ചവെച്ചു. ഒക്ടോബർ 11 കാർലോയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. തൊട്ടടുത്ത ദിവസം വൈകുന്നേരം 6:45 കാർലോ ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലം സ്വീകരിക്കുവാനായി ദൈവപിതാവിൻ്റെ സമീപത്തേക്ക് യാത്രയായി. 1991 മുതൽ 2006 വരെയുള്ള ഹ്രസ്വമായ ജീവിതത്തിൻ്റെ അർത്ഥപൂർണമായ പരിസമാപ്തി. ജോൺ പോൾ 2 പാപ്പയും മദർ തെരേസയും കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഏക വ്യക്തി കാർലോയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. പാൻക്രിയാറ്റിക് ഡിസോർഡർ ബാധിച്ച ഒരു ബ്രസീലിയൻ ആൺകുട്ടിക്ക് സംഭവിച്ച അത്ഭുതകരമായ രോഗസൗഖ്യവും 2022 ഗുരുതരമായ സൈക്ലിംഗ് അപകടത്തിൽപ്പെട്ട കോക്സ്റ്റാറിക്കൻ കോളേജ് വിദ്യാർത്ഥിക്ക് ലഭിച്ച സുഖപ്രാപ്തിയുമാണ് കാർലോയുടെ നാമകരണ നടപടികളിലെ നാഴികക്കല്ലുകൾ. കൗമാരക്കാരുടെ ജൂബിലിയോടനുബന്ധിച്ച് 2025 ഏപ്രിൽ 27 കാർലോയുടെ വിശുദ്ധപദ പ്രഖ്യാപനം നടത്തുവാനാണ് തീരുമാനിച്ചതെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് സെപ്റ്റംബർ 7 മാറ്റിവെക്കുകയായിരുന്നു.
ജീവിതം യൗവന തീക്ഷ്ണമായിരുന്ന പ്രായത്തിൽ തന്നെ ഇഹലോകവാസം വിട്ടുപോകേണ്ടി വന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തി. ഇറ്റാലിയൻ കാത്തലിക് ആക്ടിവിസ്റ്റും സെന്റ് ഡൊമിനിക്കിൻ്റെ 3-ാം സഭയിലെ അംഗവുമായിരുന്നു അദ്ദേഹം. വിശുദ്ധ കാർലോയുടെ ജീവിതത്തോട് പലതരത്തിലുമുള്ള സമാനതകൾ പുലർത്തുന്ന ജീവിതമാണ് ഫ്രസാറ്റിയുടേത്. ദൈവഹിതത്തിന് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുമ്പോഴും ഭൂമിയിൽ മനുഷ്യർക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നൊരിക്കലും അകന്ന് ജീവിക്കേണ്ടതില്ലെന്നുള്ള വിശ്വാസക്കാരനായിരുന്നു ഫ്രസാത്തി. അതുകൊണ്ട് സൗഹൃദങ്ങളും പർവ്വതാരോഹണവും സിനിമയും മ്യൂസിയവുമെല്ലാം ഫ്രസാത്തിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. 1901 ഏപ്രിൽ 6 ടൂറിനിലെ ഒരു കുലീന കുടുംബത്തിലായിരുന്നു ജനനം. ദരിദ്രരോട് അനുകമ്പയും സ്നേഹവും പുലർത്തിപ്പോന്നിരുന്ന ബാല്യകാലമായിരുന്നു ഫ്രസാത്തിക്ക് ഉണ്ടായിരുന്നത്. ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് പുലർത്തിയിരുന്ന കൗമാരക്കാലമായിരുന്നു ഫ്രസാത്തിയുടേത്. അതുകൊണ്ട് തന്നെ യങ് കാത്തലിക് വർക്കേഴ്സ് കോൺഗ്രസിലെ അംഗങ്ങൾക്കൊപ്പം ഫ്രസാത്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എഞ്ചിനീയറിംഗ് പാസ്സായി വന്ന ഫ്രസാത്തിക്ക് അപ്പൻ വാഗ്ദാനം ചെയ്തത് കാറും വലിയൊരു തുകയുമായിരുന്നു. കാർ വേണ്ടെന്ന് വെച്ച് മകൻ പണം വാങ്ങി. എന്തിനെന്നല്ലേ? ആ പണം ദരിദ്രർക്കു വേണ്ടി ചെലവഴിക്കുവാൻ. സുഹൃത്തുക്കളുമൊത്ത് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന 1925 ജൂൺ 30 മുതൽക്കാണ് ഫ്രസാത്തിയുടെ ജീവിതം തലകീഴായി മറിഞ്ഞത്. കഠിന തലവേദന, പനി, കൈകാലുകൾക്ക് അനങ്ങാൻ വയ്യാത്ത വിധത്തിലുള്ള വേദന. ചികിത്സയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന് പോളിയോ മൈലിറ്റിസ് ആണെന്നായിരുന്നു. രോഗം മൂലം വേദനയും ക്ഷീണവും വർദ്ധിച്ചു. മോർഫിൻ കുത്തിവെച്ചിട്ട് പോലും വേദനയ്ക്ക് ശമനമുണ്ടായില്ല. ദിവസങ്ങൾ കഴിയും തോറും രോഗം മൂർച്ഛിച്ചു. താൻ ഇനി അധികകാലം ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഫ്രസാത്തിക്ക് മനസ്സിലായി. അന്ത്യകൂദാശകൾ സ്വീകരിച്ച് ഞാൻ എൻ്റെ ആത്മാവിനെ സമാധാനപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഫ്രസാത്തി കണ്ണടച്ചു. 1925 ജൂലൈ 4 അദ്ദേഹത്തിൻ്റെ മരണം. 24 വയസ്സ് മാത്രമേ അപ്പോൾ ഫ്രസാത്തിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. കുലീനർ മാത്രമല്ല, നിരവധി ദരിദ്രരും പങ്കെടുത്ത സംസ്കാര ചടങ്ങായിരുന്നു ഫ്രസാത്തിയുടേത്. കാരണം ആ ദരിദ്രരെല്ലാം ഫ്രസാത്തിയിൽ നിന്ന് പലപ്പോഴും സഹായം സ്വീകരിച്ചവരായിരുന്നു. ദരിദ്രരാണ് അദ്ദേഹത്തെ കൃത്യമായി മനസ്സിലാക്കിയതെന്നും പറയാം. കാരണം അവരായിരുന്നു അദ്ദേഹം ഒരു വിശുദ്ധനാണെന്ന് തിരിച്ചറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾക്കായി ആദ്യം ആവശ്യപ്പെട്ടതും. 1981 ഭൗതിക ദേഹം ടൂറിൻ ദേവാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടി വന്നപ്പോൾ എല്ലാവരും അവിശ്വസനീയമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷികളായി. ഫ്രസാത്തിയുടെ ഭൗതിക ദേഹം അഴുകിയിട്ടില്ല. 1932 ഫ്രസാത്തിയുടെ നാമകരണ നടപടികൾ ആരംഭിച്ചു. 1978 ജൂൺ 12 പോൾ 6-ാമൻ പാപ്പ ദൈവദാസനായി ഫ്രസാത്തിയെ പ്രഖ്യാപിച്ചു. 1987 ഒക്ടോബർ 23 ധന്യനായും 1990 മെയ് 20 വാഴ്ത്തപ്പെട്ടവനായും ഉയർത്തി. ഫ്രസാത്തിക്ക് ഏറ്റവും മനോഹരമായ വിശേഷം നൽകിയിരിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയാണ്. അഷ്ടഭാഗ്യങ്ങളുടെ മനുഷ്യനെന്നതാണ് ആ വിശേഷണം. കൗമാരക്കാരുടെ മാതൃക പുരുഷനായും ഫ്രസാത്തി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. 2008 സിഡ്നിയിലും 2016 ക്രാക്കോവിലും ലോക യുവജന സംഗമം നടന്നപ്പോൾ ഫ്രസാറ്റിയുടെ തിരുശേഷിപ്പ് വണക്കമുണ്ടായിരുന്നു. ഉയരങ്ങളിലേക്ക് എന്നതായിരുന്നു ഫ്രസാറ്റിയുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പോലെ തന്നെ ഫ്രസാത്തി ഉയരങ്ങളിലെത്തിയിരിക്കുന്നു. പക്ഷേ ഉയരങ്ങളിലെത്തുവാനുള്ള വഴിയും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 3 യുവജനങ്ങളുടെ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ചായിരുന്നു ഫ്രസാത്തിയുടെ വിശുദ്ധപദ പ്രഖ്യാപനം ആദ്യം തീരുമാനിച്ചതെങ്കിലും വിശുദ്ധ കാർലോയുടെ വിശുദ്ധപദ പ്രഖ്യാപനം പുനഃക്രമീകരിച്ചപ്പോൾ കാർലോയ്ക്കൊപ്പം ഫ്രസാത്തിയെയും വിശുദ്ധനായി പ്രഖ്യാപിക്കാമെന്ന് വത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 7 ഇരുവരും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമായി അത് മാറിയത്. വിശുദ്ധിയെക്കുറിച്ചുള്ള പരമ്പരാഗത ജീവിത സങ്കല്പങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിശുദ്ധനായിക്കൂടാ എന്ന ചിന്ത നമ്മുടെ ബോധതലങ്ങളിൽ വിന്യസിക്കുവാനും നമ്മുടെ ആത്മീയതയെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കുലുക്കുവാനും കഴിയുന്ന അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് കാർലോയും ഫ്രസാത്തിയും. എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതല്ല, എങ്ങനെ ദൈവഹിതത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കാമെന്നതാണ് പ്രധാനമെന്ന് ചെറുപ്പക്കാരായ വിശുദ്ധർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മേഘജ്യോതി സുധൻ ക്ഷണിക ജീവിത മല്ലി കാമ്യം എന്ന കവിവാക്യത്തെ അനർത്ഥമാക്കുന്ന വിധത്തിലുള്ള സൗന്ദര്യപൂർണമായ ജീവിതമായിരുന്നു ഇരുവരുടേത്. ഒരാൾ തൻ്റെ 15-ാം വയസ്സിലും മറ്റേയാൾ തൻ്റെ 24-ാം വയസ്സിലും ഭൂമി വിട്ടുപോയി. എന്നിട്ടും ആ ജീവിതങ്ങൾക്ക് മിഴിവും തിളക്കവും വർദ്ധിച്ചിട്ടേയുള്ളൂ. ദൈവഹിതത്തിന് വിരുദ്ധമല്ലാത്ത ആനന്ദങ്ങളിൽ മുഴുകുന്നതിൽ തെറ്റില്ലെന്നും ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതും മനുഷ്യൻ്റെ ബുദ്ധിയിൽ രൂപപ്പെട്ടതുമായ എല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കണമെന്നും പുതിയ കാലത്തോട് പറയുന്ന 2 സുവിശേഷങ്ങളാണ് വിശുദ്ധ കാർലോ അക്വിറ്റസും വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തിയും.
സാധാരണക്കാരെ പോലെ ഇരിക്കുമ്പോഴും അസാധാരണമായ വിധത്തിൽ ജീവിച്ചുകൊണ്ട് വിശുദ്ധി പ്രാപിക്കാമെന്നതിന് പുതിയ കാലത്തിൻ്റെ 2 മാതൃകകളായിട്ടാണ് തിരുസഭ ഇരുവരെയും ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇവർ നമ്മളിൽ നിന്ന് വളരെ അകലെയല്ല, എന്നാൽ നാം ഇവരിൽ നിന്ന് എത്രത്തോളം അകലെയാണ് എന്ന് നാം ഓരോരുത്തരുമാണ് കണ്ടെത്തേണ്ടത്. ഇവർക്കും നമുക്കുമിടയിലെ അകലം കുറയ്ക്കുക എന്നതാണ് മുമ്പിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ നവവിശുദ്ധരുടെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. വിശുദ്ധ കാർലോ അക്വിറ്റസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.